സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലേ? കോളേജ് ലൈഫ് എന്താ ഇപ്പൊ തന്നെ ഇങ്ങനെ ഉറക്കത്തിലേക്ക് കിടന്ന് ആലോചിക്കായിരിക്കുമല്ലേ കോളേജ് ലൈഫും കാര്യങ്ങളൊക്കെ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ കുഞ്ഞെ. മതിയായി. അത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ ഭയങ്കര ജയിൽ ജീവിതം, ജയിൽവാസം അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലെടുത്തുകളാ. അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ചൊക്കെ നിങ്ങളുടെ കോളേജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ കോളേജ് എങ്ങനെയാണോ, സ്ട്രിക്റ്റ് ആണോ, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പഠിച്ചപ്പോൾ എന്തായാലും സ്ട്രിക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾ ഇവിടെ നാട്ടിൽ മാക്സിമം ഫാമിലിയുടെ ഒപ്പം എൻജോയ് ചെയ്യുക. കാര്യം ഫാമിലിയെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാനൊക്കെ പറ്റും സാധാരണ. കാരണം അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സോ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, മാർക്ക് പഠിക്കുക, പാസ്സാവുക, ആ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു നഴ്സിംഗ് കോളേജിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുമ്പോൾ കരുതിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഞാനത് പേപ്പറിൽ എഴുതി വെച്ചേക്കാം. കാരണം ഞാൻ പറഞ്ഞിട്ട് അത് വിട്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം. ഫസ്റ്റ് കാര്യം, ഒരു ATM കാർഡ്, നിങ്ങളുടെ പേരിലുള്ള ATM കാർഡും കുറച്ച് ഫണ്ടും, കുറച്ച് ഒരുപാട് നല്ല ATM കാർഡ് തെറ്റില്ലാത്ത രീതിയിൽ കുറച്ച് ഫണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കാൻ വേണ്ടി, ചിലവാക്കി കളയാനല്ല, അത്യാവശ്യത്തിന് മാത്രം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യം മെഡിസിൻ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കൊണ്ടുപോകുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മെഡിസിൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ മെഡിസിൻ ബൾക്കായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാര്യം നിങ്ങൾ അവിടെ കഴിക്കുന്ന ബ്രാൻഡ്, നാട്ടിൽ കഴിക്കുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് അത് അവിടെ കിട്ടിയെന്നിരിക്കില്ല. കർണാടകയിലൊക്കെ അതുപോലെ വേറെ സ്ഥലത്തൊക്കെ അവരുടെ ബ്രാൻഡ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കേരളത്തിലുള്ള ബ്രാൻഡ് നിങ്ങൾ കഴിക്കുന്ന ബ്രാൻഡ് സെയിം ബ്രാൻഡ് നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ അങ്ങനെ വേണമെന്നുള്ളവർ മെഡിസിൻ കൊണ്ടുവരിക, ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. കാരണം ഫുഡ് പോയിസൺ അടിക്കാനുള്ള ഇതൊക്കെ, കാര്യം നിങ്ങൾ ഫുഡൊക്കെ മാറുമ്പോൾ അങ്ങനെ എനിക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിങ്ങൾ കരുതിയിരിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് ഞാൻ വലിയ ഇമ്പോർട്ടന്റ് പറയുന്നില്ല, അത് എന്നാലും നമ്മുടെ ചിലവരുടെ ലൈഫിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വേണ്ട കാര്യം നോട്ട്ബുക്ക്. നിങ്ങൾ ഓരോ സബ്ജക്ട് പഠിക്കുന്നതിന് നിങ്ങൾ നോട്ട്ബുക്ക് നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കുക. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് തന്നെ പല ടീച്ചേഴ്സും എക്സ്റ്റേണൽ വരും. ഒരു ടീച്ചർ വന്നിട്ട് ഒരു ചാപ്റ്റർ തുടങ്ങും, ഒരു ടീച്ചർ പുറകിലത്തെ ഒരു ചാപ്റ്റർ തുടങ്ങും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ നിങ്ങൾ ഒരു സബ്ജക്ട് മൊത്തം അത് ഓരോ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് മാക്സിമം സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നോട്ട്ബുക്ക് മേടിക്കാൻ പൈസ ആവുന്ന അറിയാം, എന്നാലും പരീക്ഷ സമയത്ത് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. കുറച്ച് പൈസ മുടക്കിയാൽ നിങ്ങൾ നോട്ട്ബുക്ക് ഒക്കെ സെപ്പറേറ്റ് ഏത് ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്, ഏത് സബ്ജക്റ്റാന്നൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സിലബസിന്റെ ഒരു പ്രിന്റ് നിങ്ങളുടെ കയ്യിലെടുത്ത് വെക്കുക. സിലബസിന്റെ പ്രിന്റ് നിങ്ങൾ കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് ആരും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക. കാരണം എന്റെ ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നത് ഇതൊക്കെ ചെയ്തിട്ട് പോവുക, കേട്ടല്ലോ. എല്ലാം ചെയ്യുക. കാരണം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മാർക്കൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ എത്തേണ്ട ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ബുക്കൊക്കെ സെപ്പറേറ്റ്, എങ്ങനെ പോയാലും ബുക്കൊക്കെ സെപ്പറേറ്റ് ഓരോ സബ്ജക്റ്റിനും എടുത്ത് വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ അടിക്കും. ഞാനൊക്കെ തലയ്ക്ക് വട്ട് പിടിച്ചാണെന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ സന്തോഷം തരാൻ പോകുന്ന കാര്യമാണ് ഒരു സ്മാർട്ട് ഫോൺ. പുതുത് മേടിക്കാൻ ഞാൻ പറയില്ല, ഞാൻ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കരുത് പുതുത് മേടിക്കണം. നിങ്ങളുടെ കയ്യിലേക്കുള്ള സ്മാർട്ട് ഫോൺ അത്യാവശ്യം ഹാങ്ങിങ് ഒന്നും ഇല്ലാത്തൊരു സ്മാർട്ട് ഫോൺ ആയിരിക്കണം. നല്ലൊരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഒരുപാട് PDF ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. ചില കോളേജിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത കോളേജുകളുണ്ട്, ചില ഫോണൊക്കെ എടുത്തു വെക്കുന്ന കോളേജുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അല്ലാത്ത കോളേജുകളിലുള്ള പിള്ളേർക്ക് ഉപകാരപ്പെടും. അപ്പൊ സ്മാർട്ട് ഫോൺ നല്ലൊരു ഫോൺ, ഹാങ് ഒന്നും ഇല്ലാത്തൊരു ഫോൺ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് ഹാങ് ആയിട്ട് സാംസങ്ങിന്റെ പഴയ ഫോണൊക്കെ ഉണ്ട്, ഒരുപാട് ഇങ്ങനെ നമുക്ക് ക്ഷമേനെ പരീക്ഷിക്കുന്ന ഫോണുണ്ട്. അത് മാക്സിമം മാറ്റി നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിർബന്ധിക്കൊന്നുമില്ല, നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ നേഴ്സിംഗ് ഫീൽഡിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ട് ഒരു സാധനമാണ് പേന. കുറച്ച് പേനകൾ നിങ്ങൾ സ്റ്റോക്ക് ആക്കിയിട്ട് വെച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ട്. അതുപോലെ പേപ്പറൊക്കെ നിങ്ങൾ അവിടെ ഇതൊക്കെ അവിടെ ചെന്നിട്ട് വാങ്ങിയാലും മതി. ചിലവര് പറയും ബണ്ടിലൊക്കെ ബണ്ടിൽ മേടിച്ചോണ്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഹോസ്റ്റലിന്റെ എൻവയോൺമെന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഒരു ബണ്ടിൽ മേടിച്ചോണ്ട് പോകുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒരു ബണ്ടിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് പറയാ കുറച്ച് പേപ്പർ തട്ടെ, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾ ബണ്ടിൽ ചില സമയത്തൊക്കെ ബണ്ടിലൊക്കെ മേടിച്ചിരിക്കുമ്പോൾ എല്ലാവരും വന്ന് അതിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ ബണ്ടിൽ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പോണ സമയത്ത് പേപ്പറിന്റെ ആവശ്യമില്ല, കടയിൽ പോയി കുറച്ച് പേപ്പർ വാങ്ങിച്ച് എഴുതാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ ബണ്ടിലായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അവിടെ ഒരു മാസം 1-2 മാസമൊക്കെ നിന്ന് ഇങ്ങനെ എഴുതി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ്, ബാക്കിയുള്ളവരുടെ OCK എടുക്കണ ടൈപ്പ് ആണോ, എങ്ങനെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് അവർ ബണ്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സേഫ് ആക്കിയിട്ട് വെക്കാൻ പറ്റുമോ, ഒരുപാട് ലോസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ബണ്ടിൽ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നിങ്ങളുടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ ആ എൻവയോൺമെന്റ് എങ്ങനെയാണ്, ഹോസ്റ്റലിൽ എങ്ങനെയാണ്, സുഹൃത്തുക്കൾ എങ്ങനെയാണ്. കാരണം അപ്പിനാന്ന് പറയും, എന്റെ സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കും, അങ്ങനെയാണോ അതോ ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് തട്ടിമാറുന്ന ടീമുകളാണോ എന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് ഫയല്. നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ഇങ്ങനത്തെ ഫയല് വേണം, ഫേവറേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ആ നാട്ടിൽ നിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫയലൊക്കെ ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ബോയ്സിനൊക്കെ ട്രിമ്മർ ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോവുക. ട്രിമ്മർ, ഷേവിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ. ഗേൾസിനെ പേഴ്സണലി അറിയാലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പൊ ഒരുപാട് മുടിയൊക്കെ കിട്ടണം, അതുപോലെ ആ കാര്യങ്ങളൊക്കെ ഒതുക്കി കെട്ടി
കമ്മലൊന്നും ഇടാൻ പറ്റത്തില്ല, നഖം വളർത്താൻ പറ്റത്തില്ല. ഇതൊക്കെ നിങ്ങൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും നഖം വളർത്താനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. പേഷ്യൻ കെയറിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നഖം പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് നഖം വളർത്താനോ അതുപോലെ ആ പരിപാടി നടക്കത്തില്ല. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ്ബോർഡ്. ഒരു കാർഡ്ബോർഡ് നിങ്ങൾ കൊണ്ടുപോകുന്ന ഏറ്റവും ഉചിതമായ കാര്യമാണ്. കാരണം എക്സാമിന് നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ കോളേജ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എക്സാമിന് അത് കോപ്പി അടിയും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടി കാർഡ്ബോർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ ഒരു പേഷ്യന്റിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പേഷ്യന്റിന്റെ മുമ്പിൽ പോയി നിങ്ങൾ ഹിസ്റ്ററി എടുക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു കാർഡ്ബോർഡ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൈ പിടിച്ചിട്ട് ഹിസ്റ്ററി കളക്ട് ചെയ്യാം. ഒരു പേഷ്യന്റിനോട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും A to Z അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എഴുതേണ്ടി വരും നമ്മൾ. അപ്പൊ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കാർഡ്ബോർഡ് യൂസ്ഫുൾ ആവും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരു വാച്ച് കയ്യിലിരിക്കുക. വാച്ച് കെട്ടിക്കൊണ്ട് ശീലമുള്ളവർക്ക് കുഴപ്പമില്ല, ഇല്ലാത്തൊരു വാച്ച് മേടിച്ചുകൊണ്ട് പോരെ. വാച്ച് കയ്യിലിരിക്കണം, നിർബന്ധമാണ്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അവിടുത്തെ ചില സമയത്ത് പൾസ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വാച്ച് നിങ്ങൾക്ക് നിർബന്ധമാണ്. അത് നമ്മുടെ നേഴ്സിംഗ് ഫീൽഡിൽ വാച്ച് ഒരു മേജർ റോൾ അതിനുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ പേപ്പർ മേടിക്കുന്നത് നിങ്ങളിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ പേപ്പർ മേടിച്ച് അതിന് ബോർഡർ ലൈൻ ഇട്ട് വെക്കുക. ബോർഡർ ലൈൻ ഇടുമ്പോൾ മാർക്കർ യൂസ് ചെയ്യുക. മാർക്കർ മേടിക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു കളർ, റെഡ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കളർ മാർക്കർ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ ബോർഡർ ലൈൻ ഇട്ട് വെക്കുക. മാക്സിമം ബ്ലാക്ക് കൊണ്ടൊക്കെ ബോർഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ ബോർഡർ ലൈനൊക്കെ ഇട്ട് നിങ്ങൾ വെക്കുക പേപ്പറിൽ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് എഴുതാണ്ട് ഒരുപാട് എഴുതാനുണ്ട്. ഉള്ള കാര്യം പറയാം, ഒരുപാട് എഴുതാനുണ്ട്. അപ്പൊ നിങ്ങൾ അതിപ്പോൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ പേപ്പർ മേടിച്ച് ബോർഡറൊക്കെ ഇട്ട് ഒരു ബണ്ടിൽ ബോർഡർ ഇടാൻ പറ്റുമെങ്കിൽ ബോർഡർ ഇട്ടോ. പക്ഷെ ആ ബോർഡർ ഇട്ട ബണ്ടിൽ വേറെ പിള്ളേർ കഴിയുമ്പോൾ എടുത്ത് കൊടുക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ബോർഡർ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഈ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ബോർഡർ ഇടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വട്ട് പിടിക്കുന്ന പരിപാടിയാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് മാക്സിമം ബോർഡർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ലോങ് സ്കെയിൽ ഒരെണ്ണം മേടിച്ച് വെക്കുക. കാര്യം നിങ്ങൾക്ക് ബോർഡർ ഇടൽ നിങ്ങളൊരു വലിയൊരു ജോലിയാണ്. അപ്പൊ നിങ്ങൾ ബോർഡർ ഒക്കെ ഇട്ട് നിങ്ങൾ ആ ലോങ് സ്കെയിൽ നിങ്ങൾ മേടിച്ച് ഒരെണ്ണം വെക്കുക. അതുപോലെ തന്നെ വേണ്ട ഒരു കാര്യമാണ് ചാർട്ടിന്റെ യൂസ് വളരെ നന്നായിട്ടുണ്ട്. ഫ്ലാഷ് കാർഡൊക്കെ ഉണ്ടാക്കാനാണ്. നിങ്ങൾക്ക് ചെറിയൊരു കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് പേപ്പറൊക്കെ വെട്ടിച്ച് നിങ്ങൾ പേഷ്യൻസ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചാർട്ട് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകണം, നിങ്ങൾ അവിടെ ചെന്ന് മേടിച്ചുകൊണ്ട് പോയി സൂക്ഷിച്ച് വെക്കാന്നുള്ളവർ ബൾക്കായിട്ട് മേടിക്കുക. ഇല്ലാന്നുള്ളവർ നിങ്ങൾ അന്നേരം പോയി ചാർട്ടൊക്കെ മേടിക്കുക. അപ്പൊ അത് ചാർട്ടും ടേപ്പ് മേടിക്കേണ്ടി വരും. ചില കോളേജിലൊക്കെ സൈഡിൽ കൂടെ ടേപ്പ് ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കോളേജ് എങ്ങനെയാണെന്ന് അന്നേരം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ബോർഡർ ആയിരിക്കും. ഞങ്ങൾക്കൊക്കെ ടേപ്പ് ആയിരുന്നു, കളർഫുൾ ടേപ്പൊക്കെ ഒട്ടിച്ച് ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉണ്ടാക്കുക. അതുപോലെ ലീഫ്ലെറ്റ്, ചാർട്ട് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ആവശ്യം വരും എന്തായാലും. പിന്നെ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ചായ കുടിച്ച ശീലമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ചില കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിലുള്ള കപ്പ്, വീട്ടിൽ ചായ കുടിക്കുന്ന സെപ്പറേറ്റ് കപ്പുള്ള അങ്ങനത്തെ ഫാമിലീസ് ഉണ്ട് കേട്ടോ. വീട്ടിൽ സെപ്പറേറ്റ് കപ്പൊക്കെ ഉണ്ടാവും സ്റ്റുഡന്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ഒരു കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കപ്പ് എടുത്തുകൊണ്ട് പോരെ. അതല്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കപ്പ് വേണം, ബ്യൂട്ടിഫുൾ കപ്പിൽ ചായ കുടിക്കണമെന്നുള്ളവർ ബ്യൂട്ടിഫുൾ കപ്പ് മേടിക്കുക. ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകണം മറ്റേ ജയിലിൽ കൊടുക്കണം മറ്റേ സ്റ്റീൽ കപ്പും സ്റ്റീലിന്റെ പ്ലേറ്റും ആയിരിക്കും. നിങ്ങൾക്ക് നല്ല പ്ലേറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പോരെ. അങ്ങനെയാണ് സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹോസ്റ്റലിൽ. പിന്നെ എങ്ങനെ പോയി നോക്കിയാലും വെള്ളം ഒഴിച്ച ചായ കിട്ടുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോട്ടെ. ഈ വക കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓക്കെ ആക്കി നിങ്ങൾ പോരുക. ഹെൽത്ത് ഇൻഷുറൻസ്, ATM കാർഡ്, ഈ കാര്യങ്ങളും കുറച്ച് ഫണ്ട് കയ്യിൽ, ഈ വക കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ സ്മാർട്ട് ഫോണിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഗൂഗിൾ പേ ഇല്ലാത്തവർ ഗൂഗിൾ പേ സെറ്റ് ചെയ്യണം കേട്ടോ. ഗൂഗിൾ പേ ആവശ്യം, കാരണം ഈ ഫണ്ടിന്റെ ആവശ്യം വരും നമുക്ക് എവിടെയെങ്കിലും. കാര്യം നമ്മൾ അന്യ സംസ്ഥാനത്താണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ വരും. കേരളത്തിലേക്കാണെങ്കിൽ വീട്ടുകാർക്കൊക്കെ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ പുറത്തൊക്കെ എപ്പോഴും റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇനിയും എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിലൂടെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും അടിച്ചു പൊളിക്കുക. വരാനിരിക്കുന്ന കുട്ടികൾക്ക്, നിങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൾക്കാർ ഇങ്ങനെ പഠിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് തീർക്കുക കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ സേഫ് ആയിട്ട് പോകണം. അപ്പൊ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടാകാൻ പാടില്ല.